അദ്ദേഹം ജനിച്ചു വീണതേ സമ്പന്നമായൊരു വീട്ടു ചുറ്റുപാടിലാണെന്ന് നമുക്കറിയാം. അദ്ദേഹം പിന്നെ കേരളത്തിലൊരു സാധാരണ LP സ്കൂളിലല്ല പഠിപ്പ് തുടങ്ങിയത്. അദ്ദേഹം സമ്പന്നമായിട്ടുള്ള കൊള്ളാവുന്ന വീടുകളിൽ പോയിട്ടാണ് പഠിച്ചത്. അദ്ദേഹം എപ്പോഴും ഒരു എലീറ്റ് സർക്കിളിനകത്ത് ജീവിച്ച ആളാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ സാധാരണ പണിയെടുക്കുന്ന മനുഷ്യർക്ക് ഇപ്പോൾ നോക്കൂ, സമരം നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്താണ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിരത്തിലൂടെ ഓടുന്നുണ്ടാവില്ലേ സ്വിഗ്ഗിയുടെ കുട്ടികൾ, സ്വിഗ്ഗിക്ക് വേണ്ടി ഓടുന്ന ആളുകൾ, അവരുടെ ജീവിതം കുറെ കൂടെ മെച്ചപ്പെട്ടതാക്കാൻ എന്താ ചെയ്യുക? എല്ലാ ദിവസവും രാവിലെ പോയിട്ട് അവരുടെ സ്വിഗ്ഗിയുടെ ആപ്പ് തുറന്നു വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ സ്വിഗ്ഗി ദൈവമേ എനിക്ക് കുറച്ച് കൂടുതൽ പണം തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ നടക്കില്ലല്ലോ. അങ്ങനെ സമരം ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ പണിമുടക്ക് സമരങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് സമരങ്ങൾ, ഈ പറയുന്ന തൊഴിലിടങ്ങൾ ഉള്ള കാലത്തോളം സമരങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. അത് പണിമുടക്ക് സമരം നടത്തിയാലാണ് കൂടുതൽ മെച്ചപ്പെട്ട കാര്യം വരിക എന്ന് ചരിത്രം തെളിയിച്ചു കൊടുത്തുകൊണ്ട് ആ സമരങ്ങളിലേക്ക് ആളുകൾ പോകും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. ഇതിനകത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു കേട്ടില്ലേ, രാഹുൽ ഗാന്ധിക്ക് ഗ്രൗണ്ടിലെ മനുഷ്യരുടെ സെൻസ് അദ്ദേഹത്തിന് അറിയാം എന്നതിൻ്റെ പ്രതിഫലനമായിട്ടാണ് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ആ കാര്യത്തെ കാണേണ്ടത്. ഞാൻ പറഞ്ഞത് സമ്പന്നമായ വീട്ടിൽ ജനിച്ചത് കൊണ്ട് മാത്രം പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും മനസ്സ് മനസ്സിലാക്കാൻ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് അത് മനസ്സിലാവുകയും അത്ര തന്നെ സമ്പന്നമായ സ്ഥലത്ത് ജനിച്ച ശശി തരൂരെന്ന് മനസ്സിലാകാതിരിക്കുകയും ചെയ്തത്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. ഞാൻ പക്ഷേ MP ഗോവിന്ദൻ മാഷ് പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, ഇത് എന്തിന് LDF UDF പദയാത്ര നടത്തി, ഇന്നും നടത്തി എന്ന ചോദ്യത്തോട് വിയോജിക്കുന്നില്ല. ഞാൻ വിയോജിക്കുകയാണ്. അതായത് പണിമുടക്ക് സമരമാണിത്, അതൊരു രാഷ്ട്രീയ പ്രോസസ്സാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവും UDFൻ്റെ നേതാക്കളാകെ തന്നെയും ഒരു പരിപാടി നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതൊരു പണി അല്ല മുടക്കാൻ, അതൊരു രാഷ്ട്രീയ പ്രോസസ്സാണ്. രാഷ്ട്രീയ പ്രോസസ്സിന് എന്ത് മുടക്കാണ്? അതുകൊണ്ട് VD സതീശൻ നിശ്ചയമായിട്ടും ഈ സമരം, ഈ അദ്ദേഹത്തിൻ്റെ യാത്ര തുടരുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ യാത്ര പോലും ഈ പരിപാടികൾക്ക് കൂടെ വേണ്ടിയിട്ടാണ്. പക്ഷേ അദ്ദേഹം ഈ പറയേണ്ടിയിരുന്നില്ല, കാരണം ഇതെന്തോ ഇവിടെ മാത്രമാണ് പണിമുടക്കാവുന്നത് എന്ന മട്ടിൽ അദ്ദേഹം സംസാരിക്കേണ്ടിയിരുന്നത്. അതൊരല്പം, ഞാൻ ഈ പറയുന്ന അഭിപ്രായത്തിൽ ഒരല്പം ഗരിമ കുറക്കും. പക്ഷേ എന്നാലും ഞാൻ അക്കാര്യത്തിൽ MP ഗോവിന്ദൻ മാഷോട് അതിശക്തമായിട്ട് വിയോജിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രോസസ്സ് നേരത്തെ പ്രഖ്യാപിച്ചത് പദയാത്രയൊക്കെ നടത്താം, പുതുയുഗ യാത്ര തുടരുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അതൊരു പണിയല്ല ചെയ്യുന്നത്. പണിമുടക്ക് എന്ന് വെച്ചാൽ പണിമുടക്കി സമരം നടത്തുക എന്നുള്ളതാണ്. പക്ഷേ VD സതീശൻ അക്കാര്യം പറയുക കൂടി ചെയ്തിരുന്നില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ആ രാഷ്ട്രീയ പ്രോസസ്സ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടേനെ. അദ്ദേഹം പറയുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ കുറേ കൂടെ ഗംഭീരമായേനെ.